എനിക്ക് ചെറുപ്പം മുതലേ രണ്ട് പേരോടെ ആരാധന ഉണ്ടായിരുന്നുള്ളൂ. ആരാധന എന്നൊക്കെ പറഞ്ഞ കട്ട ആരാധന. അമ്മേ, എന്റെ ശമ്പളം നാളെ കിട്ടും. നാളെ അച്ഛൻ വരും. അപ്പൊ പോവാ ശിവ. ആഹാ, അടിപൊളി. അമ്മയെ ഓർമ്മപ്പെടുത്തി കാത്തിരിക്കാറുള്ളത് ഒരേ ഒരാളുടെ മൂവി തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. രമേശിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നല്ലേ? അതെ, അടിപൊളിയായിരുന്നു. എന്തേ ശിവ? എങ്കിലേ എന്നോട് പറ. എന്ത് പറയാൻ? ഐ ലവ് യൂന്ന്. ഒന്ന് പോയേടാ പവനെ. ഡാ പവനെ, നീ ക്ലബിലിരുന്ന് ലാലേട്ടനെ കുറ്റം പറഞ്ഞോടാ. അത് എന്നാ പിടിച്ചോ ദിനേശ. ലാലേട്ടനോടുള്ള കട്ടാരാധന മൂലം ചങ്കിന്റെ മൂക്കിന് വരടിച്ചിട്ടുണ്ട്. ഇനി അഥവാ ഭക്ഷണം കഴിക്ക് ശിവ. എനിക്ക് വേണ്ട. എന്റെ എല്ലാ കൂട്ടുകാരന്മാരും കണ്ടു, ഞാൻ മാത്രം കണ്ടില്ല. നാളെ നമ്മൾ എന്തായാലും പോവും. ഇപ്പൊ ഒന്ന് ഭക്ഷണം കഴിക്ക്. ഓക്കെ ആണോ? എന്നാ ഞാൻ കഴിക്കാം. ലാലേട്ടന്റെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഇതായിരുന്നു അവസ്ഥ. ഇനി രണ്ടാമത്തെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ ലാലേട്ടൻ സ്ക്രീനിൽ വന്നാലേ ബ്ലോക്ക് ബസ്റ്റർ അല്ലേ. കൂടെ പഠിച്ച കുട്ടികള് ഉത്സവം കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയുടെ തലേന്ന് പേന പൂജിക്കാൻ മാത്രമായിട്ട് അമ്പലത്തിലേക്ക് പോയിരുന്നപ്പോഴും ഞാനിടയ്ക്ക് ചേച്ചിയുടെ കൂടെ അമ്പലത്തിൽ പോകുമായിരുന്നു. ഇനി 2 ദിവസമെങ്ങാനും കിളി വരുപാൽ കടൽ കിളി 2 ദിവസമായല്ലോ അമ്പലത്തിലോട് ശിവ. എന്താ അമ്പലവാസിയായോ? സൂക്ഷിച്ച് സൈക്കിളൊക്കെ ചവിട്ടില്ലെങ്കിൽ കയ്യൊക്കെ ഒടിയും. ചേട്ടനക്ക് നാട്ട് ശിവദാസൻ അറിയൂ? അയ്യോ, അത് ഞാനല്ലേ. അയാള് ഇളയോടി. വീട്ടുകാർ ശ്രദ്ധിക്കാണ്ട് റോട്ടിലേക്ക് ഇറങ്ങി ഓടി. ശിവ രക്ഷിച്ചില്ലെങ്കിൽ വണ്ടി അടിച്ചാനെ. പക്ഷെ ഇവന്റെ കൈ ഒടിഞ്ഞു. ഡാ സോറി ഡാ. സാരമില്ല ചേട്ടാ. ശശി ദിവസവും സ്കന്ദപുരാണം വായിച്ചു തരുമായിരുന്നു. അതിലൂടെ മുരുകനോട് കട്ട ആരാധനയായി. ലാലേട്ടൻ്റെ സിനിമയ്ക്ക് കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുന്ന മറ്റൊന്നേ ഉള്ളൂ: ഗ്രാമക്ഷേത്രത്തിലെ ഉത്സവം, മുരുകൻ്റെ തൈപ്പൂയം. ഇതുപോലെ കുത്തിയിരുന്ന് ഒരിക്കലും ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ തൈപ്പൂയത്തിന് മാസങ്ങൾക്ക് മുന്നേ തൊട്ട് തുടങ്ങും ലിസ്റ്റ് ഇടാൻ, അമ്മയെ കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പിക്കണമെന്ന്. ഇവൻ പോയില്ലേ? എന്താ മോനെ സ്കൂളിൽ പോവാതിരുന്നേ? എന്തു പറ്റി? എന്താ സങ്കടം? മറ്റന്നാ തൈപ്പൂയമല്ലേ? ഈ ഒടിഞ്ഞ കൈയും വെച്ച് ഞാൻ എങ്ങനെയാ പോവാ? അതാണോ? നാളെ മോന്റെ പ്ലാസ്റ്റർ വെട്ടും, അമ്മ പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞു. എന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ? അല്ല, പ്ലാസ്റ്റർ നാളെ വെട്ടും. സന്തോഷായും സ്കൂളിൽ പോയി വാ. ശരി മോനെ ശിവ, തൈപ്പൂയായിട്ട് മോനെ എന്താ വേണ്ടത്? ഓ, കൂളിംഗ് ഗ്ലാസ്സാ, വാങ്ങി തരാട്ടാ. സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളിൽ വൈകി എഴുന്നേൽക്കാറുള്ള ഞാൻ തൈപ്പൂയത്തിൻ്റെ തലേന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്നു നോക്കും, നേരം പുലർന്നോ എന്ന്. നേരം പുലർന്ന പിന്നെ അടിപൊളിയല്ലേ.
ചേച്ചിക്ക് പറ്റിയ വളം നോക്കിയേ. ഡാ! ഏതടാ ഇവൻ? എടാ നീ തിയേറ്ററിൽ വെച്ച് ലാലേട്ടന് കോഴിപ്പൊരിച്ചും തല്ലിയില്ലേ, അതാണ് അവൻ പകരം ചോദിക്കാൻ വന്നത്. ഓടിയാലോ? വേണ്ട. തോള് ചരിച്ച് ഞടിയുടെ പൂരായിരിക്കും. ഒരു ഐസ്ക്രീം എന്നാലോ? ഐസ്ക്രീമോ? ഞാനല്ലേ പഠിച്ചറിയാം. ഓക്കെ. എല്ലാം വന്നവരങ്ങനെ കൂട്ടുകാരായി. ഉത്സവങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്, അല്ലാതെ അട്ടികൂടാനുള്ളതല്ല. ഈ വർഷത്തെ തൈപ്പൂയവും കഴിഞ്ഞു. ഇനി ഒരു വർഷം ഉണ്ടടാ. അതെ. ഓരോരോ ഗ്രാമങ്ങളിലും കാണും അവരവരുടേതായ ഉത്സവങ്ങൾക്കായി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന കുട്ടികളും കുട്ടികളുടെ മനസ്സുള്ള മുതിർന്നവരും.